നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നമ്മുടെ ആസ്ക് പേയ്മെന്റ് സർവീസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് പലതരത്തിലുള്ള ആളുകൾ വാട്സപ്പ് ചെയ്യാറുണ്ട്. വോയിസ് ആയിട്ടും ടെക്സ്റ്റ് ആയിട്ടും ഒക്കെ അയക്കാറുണ്ട്. ഈ അടുത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വോയിസ് നോട്ടിൽ കിട്ടി. ആ വോയിസ് നോട്ടിന് ഞാൻ എന്ത് റെസ്പോൺസ് ആണ് കൊടുത്തത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ലോൺ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ പറ്റി വളരെ കൃത്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എനിക്ക് കിട്ടിയ വോയിസ് നോട്ട് ഇതുപോലെയായിരുന്നു. ഞാനൊരു ബിസിനസ്സുകാരനാണ്. ആ ബിസിനസ്സുകാരനായ ഞാൻ ഏകദേശം ഒരു 2 കോടി രൂപ ഒരു ഹൗസിംഗ് ലോൺ എടുത്തുകൊണ്ട് ഇപ്പോഴത്തെ മാർക്കറ്റില് മ്യൂച്വൽ ഫണ്ടുകൾ വഴി നിക്ഷേപിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ SWP മുഖാന്തരം അതിന്റെ EMI അടഞ്ഞു പോവുകയും അത് ഈ ലോൺ കാലാവധിയായിട്ട് ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ പർപ്പസ് ആക്കി മാറ്റാൻ സാധിക്കുമെന്ന് പല വീഡിയോയിലും കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ചെയ്യുന്നോണ്ട് എന്തൊക്കെയാണ് ഗുണദോഷങ്ങൾ കേൾക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ലെ? അതായത് 2 കോടി രൂപ ലോൺ എടുക്കുക, ആ ലോൺ എടുത്തിട്ടുള്ള എമൗണ്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുക, അതിൽ നിന്ന് മാസാമാസം SWP സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ വഴി ഫണ്ട് പിൻവലിച്ച് EMI അടയ്ക്കുക. അപ്പോ ഈ 8%-9% കിട്ടുന്ന ഹോം ലോൺ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 14-15% ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇരട്ടിയോ അതിലധികമോ കൂടുതൽ തുക നമുക്കതിൽ ജനറേറ്റ് ചെയ്യാനും ഈ 8% വെച്ചുള്ള EMI അടച്ചുകൊണ്ട് മുന്നോട്ട് പോയാലും ഈ ലോൺ കാലാവധിയായിട്ടുള്ള ഒരു 10 വർഷം കഴിയുമ്പോൾ എനിക്ക് ഞാൻ എടുത്തതിന്റെ ഇരട്ടിയോളം തുക കിട്ടില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ. നിങ്ങൾ നേരിട്ട് നോക്കുമ്പോൾ വളരെ സത്യമായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ അതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇത്തരം ചോദ്യങ്ങൾ ഞാൻ സാധാരണ കേൾക്കുന്നത് ഒരു 2020 കൊറോണ ക്രാഷിന് ശേഷം കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് മാർക്കറ്റ് ഉയർന്നു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവില് അങ്ങനെ വളരെയധികം ലാഭം കിട്ടിയിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ കേട്ടുകൊണ്ട് അത്യാഗ്രഹം മൂത്ത ചില ആളുകളുടെ ചിന്തകളാണ് ഇതൊക്കെ. 8 മുതൽ 9% വരെ ഹോം ലോണിന്റെ ഇൻട്രസ്റ്റ് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ബാലൻസിന് നമ്മൾ 8 മുതൽ 9% വരെ പലിശ കൊടുക്കണം എന്നുള്ളതാണ്. അത് യാതൊരുവിധ ദാക്ഷിണ്യവും ഇല്ല അതിന്. ഇത്തരം ആളുകള് കണ്ടിട്ടുള്ള മാർക്കറ്റ് 2020 ശേഷം കണ്ടിട്ടുള്ള മാർക്കറ്റ് മിക്കവാറും എപ്പോഴും മേളിലേക്ക് പോകുന്നേ ഇവർ കണ്ടിട്ടുള്ളൂ. 2001 കാലഘട്ടം മുതൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരാള് എന്നുള്ള നിലയ്ക്ക് പല ഉയർച്ച താഴ്ചകള്, പ്രധാനമായിട്ടും 2008 അമേരിക്കൻ സബ്പ്രൈം ലെൻഡിങ് ക്രൈസിസ്, അതുപോലെ 2013 മുതൽ 2018 വരെ ഉണ്ടായിട്ടുള്ള ഇന്ത്യയിലെ ചെറിയ കമ്പനികൾക്ക് ഉണ്ടായിട്ടുള്ള ഇടിവുകൾ, അതുപോലെ 2020 കൊറോണ, അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്നോ ഒരു നിശ്ചിത ശതമാനം 12% അല്ലെങ്കിൽ 15% നേട്ടം കിട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയാൻ തയ്യാറല്ല. അങ്ങനെ കിട്ടിയേക്കാം. ഒരു 5 അതിൽ കൂടുതലോ വർഷമൊക്കെ നിന്നിട്ടുള്ള മിക്കവാറും എല്ലാ നിക്ഷേപങ്ങളും ആനുവലി 10-12% ഒക്കെ വർദ്ധിച്ചതായിട്ട് കാണുന്നുണ്ട്. അത് ഹിസ്റ്ററിയാണ്. മുൻകാലങ്ങളിൽ മാർക്കറ്റ് എന്ത് തന്നു എന്നുള്ളത് ഭാവിയിൽ മാർക്കറ്റിൽ നിന്ന് അത്രയും വലിയ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷനേ അല്ല എന്നുള്ളത് നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും. ഇത് മാത്രമല്ല ഇതിന്റെ പ്രശ്നം. ഹൗസിംഗ് ലോൺ 2 കോടി രൂപ ഹൗസിംഗ് ലോൺ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? 2 കോടി രൂപയുടെ ഒരു ചെലവ് നടത്തുന്ന ഒരു വീടോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ അല്ലെങ്കിൽ സ്ഥലത്തിൽ വീട് വെക്കുന്ന സംവിധാനമൊക്കെ ഉണ്ടാവണം. അപ്പൊ ഞാൻ ആ കാര്യം അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സുഹൃത്ത് ഒരു പ്രൈവറ്റ് ബാങ്കിലുണ്ട്, അവൻ ഈ ഹോം ലോണിന്റെ ജസ്റ്റ് ഒരു വീടും സ്ഥലവും കാണിച്ചു കൊടുത്താൽ മതി, അവൻ അതിന് 2 കോടി രൂപ മേടിച്ച് തരാം എന്നുള്ളതാണ്. ഇതിനെയാണ് തട്ടിപ്പ് എന്ന് പറയാം. ഈ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നതിനെയാണ് തട്ടിപ്പ് എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ ഇല്ലീഗലായിട്ട് എന്തൊക്കെ കാര്യം ചെയ്യാൻ ശ്രമിച്ചാലും അത് ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടപടലം പൂട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഈ പ്രൈവറ്റ് ബാങ്കിൽ നിന്നായാലും നമുക്ക് ഈ ഇത്രയും വലിയൊരു കടബാധ്യത അവര് നമുക്ക് തരണം എന്നുണ്ടെങ്കിൽ അതിന്മേൽ എന്തെങ്കിലുമൊക്കെ റിസ്ക്, നമ്മൾ ശ്രദ്ധിക്കാത്ത റിസ്കുകൾ ഉണ്ടായിരിക്കാം എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. ഇനി അല്ല, ഇവർ പറയുന്ന കാര്യം ശരിയാണ്, കൃത്യമായിട്ട് ലോണുകൾ തന്നു കഴിഞ്ഞാലും 2 കോടി രൂപ 10 വർഷത്തേക്ക് 8% എന്നുള്ള EMI റേറ്റ് വെച്ചുകൊണ്ട് തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2,42,000 രൂപയോളം EMI അടയ്ക്കേണ്ടതായിട്ട് വരും എല്ലാ മാസം. 10 വർഷം കഴിയുമ്പോൾ അദ്ദേഹം 91 ലക്ഷം രൂപ പലിശ ഇനത്തിൽ അടച്ചിട്ടുണ്ടാവും. ഈ ലോൺ 10 വർഷം കൊണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ 2,91 ലക്ഷം രൂപ അദ്ദേഹത്തിന് ടോട്ടൽ അടയ്ക്കേണ്ടതായിട്ട് വരും. അദ്ദേഹം ഈ 2 കോടി കിട്ടിയാൽ എന്തൊക്കെ ചെയ്യുമെന്ന് വരെ അദ്ദേഹം നിശ്ചയിച്ചുറപ്പിച്ചതിന് ശേഷമാണ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കേട്ടോ. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് കിട്ടുന്ന 2 കോടിയിൽ നിന്ന് 1 കോടി ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിലിടും. ഒരു 30% 60 ലക്ഷം രൂപ അദ്ദേഹം മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിലിടും. 40 ലക്ഷം രൂപ സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിലിടും. വലിയ എമൗണ്ട്
ഇങ്ങനെ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ, ഒരു 10 വർഷത്തേക്ക് നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഫോളോ ചെയ്യേണ്ട ഏകദേശം ഒരു അസറ്റ് അലോക്കേഷൻ തന്നെയാണിത്. അതായത് പകുതിയോളം തുക വലിയ നഷ്ടസാധ്യതയില്ലാത്ത ലാർജ് ക്യാപ്പുകളിൽ, പിന്നെ ഒരു 30% മിഡ് ക്യാപ്പ്, 20% സ്മോൾ ക്യാപ്പ്. നല്ല കറക്റ്റ് അലോക്കേഷൻ ഒക്കെ തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ 2 കോടി രൂപ നമ്മൾ നിയമ വിധേയമല്ലാത്ത രീതിയിലാണ് ഇത് സംഘടിപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ടും നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് നമ്മൾ തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകും എന്നുള്ളത് കൊണ്ടും നമ്മളത് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കണം. അതായത് 2,45,000 രൂപ ഓരോ മാസവും നമ്മൾ ഇതിൽ നിന്ന് പിൻവലിക്കാനുള്ള സംവിധാനം ചെയ്യണം, അല്ലെ? അങ്ങനെ പിൻവലിക്കാനുള്ള സംവിധാനം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒക്കെ ഉണ്ട് എന്നുള്ള അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അതുപോലെ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അദ്ദേഹം ശ്രദ്ധിക്കാത്ത 1-2 കാര്യങ്ങളുണ്ട്. ഈ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ചെയ്യുമ്പോൾ 2 തരത്തിലുള്ള അഡീഷണൽ ചെലവുകൾ വരും. ഒന്ന്, അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് 1 വർഷത്തിനുള്ളിലുള്ള നിക്ഷേപമാണ് എന്നുണ്ടെങ്കിൽ 20% ടാക്സ് കൊടുക്കണം. 1 വർഷം കഴിയുമ്പോൾ ഉള്ള നിക്ഷേപത്തിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് 12.5% ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം. 1 വർഷത്തിന് ശേഷമുള്ളതിനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്നും 1 വർഷത്തിന് മുൻപുള്ളതിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്നുമാണ് പറയുക. അപ്പോ ഈ ടാക്സ് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊന്ന് പറഞ്ഞു കൊടുത്തു. അത് മാത്രമല്ല, ഇത്തരം ഫണ്ടുകളിൽ നമ്മൾ പണം പിൻവലിക്കുമ്പോൾ നമുക്ക് ഒരു നിശ്ചിത കാലത്തിനുള്ളിൽ, മിക്കവാറും ഫണ്ടുകളിൽ അത് 1 വർഷത്തിനുള്ളിലാണ്, ആ 1 വർഷത്തിനുള്ളിൽ പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് ഒരു എക്സിറ്റ് ലോഡ്, നമ്മൾ പിൻവലിക്കുന്ന ടോട്ടൽ തുകയുടെ 1% ഒക്കെ നമ്മളുടെ നിന്ന് പിൻവലിക്കാനുള്ള സാധ്യത. ഇപ്പൊ 2,45,000 രൂപ പിൻവലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 2,450 രൂപ സ്ട്രെയിറ്റ് അവേ അവർ കട്ട് ചെയ്യും, അതിന്റെ 1% എന്നുള്ളതാക്കി. അപ്പൊ ആ ഒരു ചെലവ് നമ്മൾ ശ്രദ്ധിക്കണം, ടാക്സ് ശ്രദ്ധിക്കണം. ഇതൊക്കെ ഇപ്പൊ 2,40,000 രൂപ നമുക്ക് EMI അടയ്ക്കാൻ ഓരോ മാസവും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം 2,50,000 ഒക്കെ നമ്മൾ പിൻവലിക്കേണ്ടതായിട്ട് വരും, എങ്കിലേ ഇത് മുട്ടിപ്പോകൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹോം ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വീടും സ്ഥലവും മൊത്തമായിട്ട് വാങ്ങുന്നതിനോ, സ്ഥലം വാങ്ങി അവിടെ വീട് വെക്കുന്ന സമയത്ത് പല സ്റ്റേജുകളിലായിട്ട് കിട്ടുന്ന തുകയാണ്. ഇവിടെ ഇദ്ദേഹം ഈ റൂളുകളെയൊക്കെ മൊത്തത്തിൽ കബളിപ്പിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ ഈ ലോൺ തയ്യാറാക്കി കൊടുക്കുന്ന പാർട്ടിക്ക് എന്തോ കമ്മീഷനും കൂടെ കൊടുക്കണം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതിനും ചെലവ് വരുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് 8% എന്ത് വന്നാലും കൊടുക്കേണ്ട ഇൻട്രസ്റ്റിന് പകരമായിട്ട് ഇദ്ദേഹത്തിന് കിട്ടുന്നത് ഒരു 10-12% കിട്ടിയാൽ തന്നെ ഇദ്ദേഹത്തിന് ചെലവുകളും ടാക്സുകളും മറ്റുള്ള കമ്മീഷനും ഒക്കെ ആയിട്ട് ഒരു 2-3% ഒക്കെ പോകും. അപ്പൊ ഒരു 10% ഇദ്ദേഹത്തിന് കിട്ടിയെന്ന് കരുതുക. ഈ ഒരു 2% വേണ്ടി ഇദ്ദേഹം വളരെ വലിയ റിസ്ക് ആണ് എടുക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ 2020 ശേഷം മാർക്കറ്റ് ഇങ്ങനെ ഒരു 1 വേ റാലി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു കറക്ഷനോ ഒരു വലിയ പ്രോഫിറ്റ് ബുക്കിങ്ങിനോ ഒക്കെ ഉള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മാസം കിട്ടുന്ന തുക അല്ലെങ്കിൽ മാസം കിട്ടുന്ന വരുമാനം ചിലപ്പോ ഈ പറഞ്ഞ പോലെ ആനുവലൈസ്ഡ് റിട്ടേൺ ആയിട്ടുള്ള 12% ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരു 5-6% ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 8% പലിശയ്ക്ക് മേടിച്ചിട്ട് 6% ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെയുള്ള ഒരു മോശം എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ വൊളാറ്റിലിറ്റി ഫാക്ടർ നിങ്ങൾ കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ ലോൺ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയില്ല, പ്രത്യേകിച്ചും ഇത്രയും വലിയൊരു കോസ്റ്റ്. എപ്പോഴും നമ്മൾ ഇങ്ങനെ വലിയൊരു ഗ്രീഡി ആയിട്ട് വലിയൊരു അത്യാഗ്രഹത്തിൽ മാർക്കറ്റ് ഇങ്ങനെ ഉയർന്നു പോകുമ്പോൾ പലരും ലാഭം കിട്ടിയ കാര്യങ്ങൾ പറയുന്നത് ഒന്ന് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് നമ്മൾ വലിയ തെറ്റുകൾ ചെയ്യരുത് എന്നാണ് ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞത്. അതായത് ഈ ഒരു ട്രാൻസാക്ഷൻ നഷ്ടത്തിൽ കലാശിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാർക്കറ്റ് ഇനി ഒരു 3-4 വർഷം മുകളിലേക്ക് പോയില്ല അല്ലെങ്കിൽ താഴോട്ട് വന്നു എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ പോലും വൈപ്പ് ഔട്ട് ആയി പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത്. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരു കാരണവശാലും ഒരു ഷോർട്ട് ടേമിലേക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ ഇന്ത്യയുടെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് ഒരു ലോങ് ടേമിലേക്ക് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുണ്ടെങ്കിലും ഈ ഇടക്കാലം വെച്ച് 1-2 വർഷത്തിനുള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊന്നും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും വലിയ നഷ്ടം വന്നു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ EMI അടവ് മുടങ്ങിക്കഴിഞ്ഞാൽ സ്ഥാപനങ്ങൾ ജപ്തി ചെയ്യാനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അസറ്റുകൾ ജപ്തി ചെയ്യാനോ ഒക്കെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ ചിലപ്പോൾ പോയേക്കാം. അത് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഒരു എക്കണോമിക് ഡൗൺ ടേൺ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയില്ലേ. അതുകൊണ്ട് തന്നെ ഇത്തരം ഗ്രീഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ആർത്തി ഉള്ള തരത്തിലുള്ള നിക്ഷേപ രീതികൾ ഒരു കാരണവശാലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് ചെയ്യരുത് എന്നുള്ള ഒരു ഒപ്പീനിയനാണ് ഞാൻ കൊടുത്തത്. എന്നാൽ നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊന്നും കമന്റ് ചെയ്യും. ഇനിയിപ്പോ അതല്ല, ഞാൻ തെറ്റായിട്ടുള്ള രീതിയാണ് പറഞ്ഞു കൊടുത്തതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഞാൻ എപ്പോഴും ആളുകളോട് പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് കിട്ടുന്ന ഇൻകം കിട്ടുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ അത് ശമ്പളമായിട്ടോ മറ്റുള്ള ബിസിനസ് ഇൻകം ആയിട്ടോ വരുത്തുന്നത് കൃത്യമായിട്ട് വരുന്നുണ്ടോ ഉറപ്പ് വരുത്തുക. അതിൽ
കാലാനുസൃതമായിട്ടുള്ള ഒരു വർധനവ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. മറ്റൊന്ന്, നമ്മളുടെ ചെലവുകൾ കൺട്രോൾ ചെയ്ത് നമ്മളുടെ സേവിങ് പൊട്ടൻഷ്യൽ, നമ്മൾ എന്തുമാത്രം പണം സേവ് ചെയ്യണം, ഓരോ മാസവും സേവ് ചെയ്യണം എന്നുള്ളത് കൂട്ടി കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് കൃത്യമായിട്ടുള്ള അസറ്റുകളിൽ അലോക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ള രീതിയാണ് എപ്പോഴും സസ്റ്റൈനബിൾ ആയിട്ട് ഇരിക്കുള്ളൂ എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞു കൊടുത്തത്. അപ്പോ ഒരു ലോൺ എടുത്ത് നമ്മൾ ഒരു കാരണവശാലും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകരുത്. ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ വളരെ സേഫ് ആയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇവിടെ ഇദ്ദേഹത്തിന്റെ കേസിൽ അത് ഒട്ടും സേഫ്റ്റി അല്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തിയത്. നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ തീർക്കണം, ഞാൻ എങ്ങനെ എന്റെ ലോണുകൾ തീർത്തു എന്നുള്ളതിനെ പറ്റിയുള്ള 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. കണ്ടുകൊണ്ട് മുന്നോട്ട് പോവാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.